എന്താ പറഞ്ഞത്? വാട്ട് ഹി സെഡ്. ഉറപ്പാ? ആ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. വാട്ട് ഹി സെഡ് എന്ന് ഉറപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയല്. ഞാൻ അങ്ങനെ പറയാറ്. ഓക്കെ ഓക്കെ, അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, വാട്ട് ഹി സെഡ് അല്ല, ഒരു ഡിഡ് ചേർക്കുക. വാട്ട് ഡിഡ് ഹി സേ എന്ന് പറയാം. ഓക്കെ. വാട്ട് ഡിഡ് ഹി സേ, സെഡ് അല്ല സേ. വാട്ട് ഡിഡ് ഹി സേ? അവൻ എന്താ പറഞ്ഞത്? മനസ്സിലായോ? അവൻ എന്തിനാ പോയത്? അതെങ്ങനെയാ പറയാ? എന്തിനെന്നില്ലേ? വൈ. വൈ. യെസ്, അടിപൊളി. Did വൈ ഡിഡ് he ഹി വെന്റ്? went? വെന്റാണോ? പോയത്. വെന്റാണോ ഗോയാണോ? പോയതല്ലേ. ആ പറ. വെന്റ്. ഗോ. ഗോ ഗോണാണോ? അല്ല, ഗോ ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. ഓക്കെ, വൈ ഡിഡ് ഹി ഗോ? അവൻ എന്തിനാ പോയത്? വൈ ഡിഡ് ഹി ഗോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ വിളിച്ചത്? Why did he കോൾ. call? യെസ്, അടിപൊളി. അങ്ങനെയാണെങ്കിൽ നീ എന്താണ് വാങ്ങിച്ചത്? ഇതെല്ലാം കഴിഞ്ഞു പോയതാണ്, അപ്പോൾ ഒരു ഡിഡ് ചേർക്കണം. നീ എന്താ വാങ്ങിച്ചത്? വാട്ട്. Did he buy? നീ ആണെങ്കിലോ? Sorry? നീ എന്താ വാങ്ങിയത്? What did you buy? യെസ്, വാട്ട് ഡിഡ് യു ബൈ? ബൈ ആണോ ബോട്ടാണോ? Buy. യെസ് First move. യെസ്, വാട്ട് ഡിഡ് യു ബൈ? അപ്പോൾ ഇതൊക്കെ നീ കുറച്ച് ഞാൻ മറക്കോ? ചാൻസ് ഉണ്ട് മറക്കാൻ. ചാൻസ് ഉണ്ട്. യെസ്, അതായത് ഇതൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചെല്ലാം മറന്നു. ഇത് നമ്മൾ സംസാരത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ നിരന്തരം സംസാരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമ്മളിത് മറക്കാതിരിക്കും. അപ്പോൾ നമുക്കൊരു കോഴ്സ് ഉണ്ട്, സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ 2 മാസം വേറെ ആരും അറിയില്ല, ഓൺലൈൻ കോഴ്സാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ ഒരു ട്രെയിനർ കൂടെ ഉണ്ടാവും. അവർ നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും, നിങ്ങളെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. 2 മാസം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ബയോയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. നമുക്ക് പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.